ഓരോ ദിവസവും നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് ഒട്ടുമിക്ക ആൾക്കാരുടേതും പോകുന്നത്. എന്നാൽ ചില ദിവസങ്ങൾ അങ്ങനെ ആകത്തില്ല. കാരണം പെട്ടെന്നൊരു ഓർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലേന്നത്തെ പോലെ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കത്തില്ല. അപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ ആദ്യം കേക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്കാണ് വന്നത്. ഇതൊഴിക്കുന്നത് ബട്ടർ സ്കോച്ച് സോസ്, ഷുഗർ മെൽറ്റ് ചെയ്താണ് അത് ഉണ്ടാക്കുന്നത്. ഇത് പ്രളയിന്, അതും ബദാമും കാഷ്യൂനട്ടൊക്കെ ഷുഗർ മെൽറ്റ് ചെയ്ത് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓരോ ലെയറും വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ക്രീം തേക്കുന്നു, വീണ്ടും സോസ് അതിലൊഴിക്കുന്നു, പ്രളയിന് അതിലിടുന്നു. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. കേക്കിൻ്റെ വീഡിയോയിലെല്ലാം ഇതൊക്കെ ഞാൻ ഇട്ട് തരാം. അത് കറങ്ങി പോകുന്ന ചെറിയ കേക്കായതുകൊണ്ട് വെയിറ്റ് കുറവായതുകൊണ്ട് കറങ്ങി പോകുന്നതുകൊണ്ട് അടിയിലൊരു ക്ലോത്ത് ഞാൻ വെച്ചതാണ് ടേൺ ടേബിളിൻ്റെ മുകളിൽ. നോക്കിക്കേ, ഇതൊന്ന് റൗണ്ട് ചെയ്തു, നമ്മൾ പ്രളയനിട്ടു, അടുത്ത ലെയറും വെച്ചു. പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും പറയാത്തതായതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല, പെട്ടെന്നുള്ള കേക്ക് ആയതുകൊണ്ട് അപ്പോൾ തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്തു. ഇനി ക്രം കോട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് ഫിനിഷിങ് ആ ഒരു കോട്ട് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ക്രം കോട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് ബാക്കി വർക്ക് കൂടെ അങ്ങ് ചെയ്യുകയാണ്. എന്തായാലും ഫിനിഷിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഈ ക്രീം എടുത്തിട്ട് അതിൽ തേച്ച് പെട്ടെന്ന് നമുക്ക് നോക്കിക്കേ ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ല സ്പാച്ചില വെച്ചിട്ട് നമ്മൾ തേക്കുന്നതിലും ഈ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് തേക്കുന്നത് നല്ല. സൈഡപ്പം റെഡിയായി. ഇനിയിപ്പോൾ മുകൾ ഭാഗത്തൂടെ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ക്രീം. അതുകൊണ്ട് വേഗം നമുക്ക് ഈ വർക്ക് തീർക്കാൻ പറ്റും. നോക്കിക്കേ, ഇനി നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് തന്നെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൈഡിൽ കൂടെ. ഇനി ഓരോ ദിവസവും നമ്മൾ എന്താ പറയുന്നത്, ഓരോന്ന് ആലോചിച്ച് വെക്കും. പക്ഷേ അത് ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കത്തില്ല. എങ്കിലും ആലോചിച്ച് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് എഴുതി വെക്കണം. നാളെ അത് ചെയ്യും എന്നുറപ്പിച്ച് എഴുതി വെക്കണം. ഇന്നിപ്പോൾ രാവിലത്തെ എൻ്റെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയി. ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നീട്ടി വെക്കുന്നുണ്ട്. അത് നാളെ മസ്റ്റായിട്ടും ചെയ്ത് തീർക്കണം. ഇനി ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഡ്രിപ്പ് ചെയ്തിട്ട് ബാക്കി മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നേരിയ ഒരു ലെയറിൽ, തിന്നായിട്ടൊരു ലെയറിൽ നമുക്കതൊന്ന് കറക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ കൊടുക്കാം. വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഷെയറും ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുക. കേക്കിൻ്റെയൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ കമൻറ്റിൽ കൂടെ ആൻസർ പറയുന്നതായിരിക്കും. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കി കാണണം എന്നുള്ളവർ അത് കമൻ്റ് ഇട്ടാൽ അതും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇനിയും കുറച്ച് ക്രീമിൽ ഒരു ഗ്രീൻ കളർ ഇട്ടിട്ട് നമ്മൾ ഫ്ലവർ ചെയ്യുന്ന നോസിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് ഒരു വർക്ക് ചെയ്ത് കൊടുത്തു. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയും മുകൾ ഭാഗം ഒന്ന് തിളങ്ങനെ വിലങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം ക്രീം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഞാൻ തന്നെ ഉദ്ദേശിക്കാത്തൊരു ലുക്കാണ് അതിന് വന്ന്. ഒരു അത്തപ്പൂക്കളം പോലൊക്കെ ഉണ്ടല്ലേ, കുഴപ്പമില്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമുക്ക് ടോപ്പറും വെച്ച് കൊടുക്കാം. ആ പ്രലൈൻ അവിടെ ഇവിടെ ഇട്ടു. ഒന്ന് ഷുഗർ ബോൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ ജോലി ചെയ്യാം. പോയിട്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലതുപോലെ വെട്ടിക്കഴുകിയെടുത്ത് നമുക്ക് പച്ചക്കുരുമുളകും കാന്താരിയും കൂടെ അരച്ച് നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞൊന്ന് വറുത്തെടുക്കുക. ഇതിനിടയിലാണ് നോക്കിക്കേ ബക്കീര പോലൊരു പൂച്ച പുറത്തുനിന്ന് വന്നതാണ്. ഇതിനെ കണ്ടിട്ട് നമ്മുടെ മാത്തച്ഛനും പോത്തച്ഛനൊക്കെ പേടിച്ചിരിപ്പുണ്ട്. ഇത് എവിടുന്നോ വന്നൊരു പൂച്ച, മുഴുവൻ കറുപ്പ് കളറ്. ഇനി നമുക്ക് തേങ്ങ, കുറച്ച് പുളി, ഒരിത്തിരി ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്ത് മിക്സിയിൽ ചതച്ച് ഉപ്പുമിട്ട് ചതച്ച് നമ്മുടെ ചമ്മന്തി അരച്ചെടുക്കുക. ചമ്മന്തി അരയ്ക്കാൻ കല്ലില്ലാത്തത് കൊണ്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. കല്ലിൽ അരയ്ക്കുന്ന ടേസ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, അത് ടേസ്റ്റ് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ മുറ്റത്തെ മുളകൊക്കെ വെച്ചിട്ടരയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇനി നമുക്ക് ചമ്മന്തി കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാം. നല്ല രസമല്ലേ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുളയായിട്ട് കണ്ടില്ലേ നമുക്കൊരു സുഖമില്ലല്ലേ.
എന്തോ അങ്ങനെ ചമ്മന്തി പണ്ട് പൊതിക്കകത്തൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കും. കണ്ടോ, ഉരുട്ടി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മീനുള്ള മസാലയും കൂടെ എടുക്കാം. നോക്കിക്കേ, പച്ച കുരുമുളക് വെച്ചിട്ടാണ് ഇന്ന് മീൻ ഉണ്ടാക്കുന്നത്. പച്ച കുരുമുളക്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരി. കുരുമുളക് പൊടി പിന്നെ ഇട്ടെന്തിനാണെന്നായിരിക്കും, ഒരു കുരുമുളകിൻ്റെ ഒറ്റ ഒരു പച്ചക്കുരുമുളകാണ് ഇട്ട്, വലിയ എരിയൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നമ്മുടെ ഈ അരപ്പ് നമുക്ക് ആ മീനിനെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം. നോക്കിക്കേ, നല്ല ടേസ്റ്റാണ് ഈ പച്ചക്കുരുമുളകിൽ നമ്മൾ മീൻ വറുത്തെടുക്കുമ്പോൾ. അത് വാഴയിലേക്കൂടെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുമ്പം, പുഴുങ്ങിയല്ല, ഞാൻ ഈ തവയ്ക്കകത്ത് വെച്ച് തന്നെ ചൂടാക്കി എടുക്കുക. ചിലർ പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയൊക്കെ എടുക്കുന്നവരുണ്ട്. എനിക്കിങ്ങനെ തവയിൽ തന്നെ വെച്ച് ചൂടാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. ഇനി നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞ് നമ്മുടെ തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെച്ച് അടപ്പ് പാത്രം വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കാം. കുറച്ച് നേരം ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേന് നമുക്കതൊന്ന് തിരിച്ചിടണം. ഞങ്ങൾ മട്ടേരിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പ്രഷർ കുക്കറിൽ വെച്ച്, റൈസ് കുക്കറിലല്ല, പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നോക്കിക്കേ, ആ ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഒന്ന് തിരിച്ചിടാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, ഇലയും വാടിയിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി.